ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതൊരു കെ സീരീസ് വാഗനറാണ്. അപ്പോൾ എന്താ പറഞ്ഞുതരാൻ പോകുന്നത് വെച്ചാൽ AC ഫിൽറ്റർ ഇടാൻ പോയപ്പോൾ നമ്മൾ ഇതിനകത്ത് AC ഫിൽറ്റർ ഇല്ല. AC ഫിൽറ്ററിൻ്റെ ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ്, അതായത് ഡമ്മി വെച്ചിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ്. മാരുതി വണ്ടിയിൽ ചില വണ്ടികൾ ഇങ്ങനെ വരണം, AC ഫിൽറ്റർ ഉണ്ടായിരിക്കില്ല, ആ ഭാഗം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ ഭാഗമാണത് നമ്മൾ AC ഫിൽറ്റർ ഇടുന്ന ഭാഗം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ പുതിയ AC ഫിൽറ്റർ ഇടണം. അപ്പോൾ AC ഫിൽറ്റർ ഇടണമെന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യണം. അപ്പോൾ AC ഫിൽറ്റർ ഇട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കൂളിംഗ് ഓയിൽ അടയും, എയർ ഫ്ലോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ പുതിയ AC ഫിൽറ്റർ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഇതാണ് AC ഫിൽറ്റർ. മാരുതിൻ്റെ ഒറിജിനൽ AC ഫിൽറ്റർ മേടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കട്ട് ചെയ്ത ഭാഗത്ത് അടയ്ക്കാനുള്ള ക്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഗ്ലോ ബോക്സ് അയക്കണം. ഗ്ലോ ബോക്സ് അയച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ AC ഫിൽറ്റർ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് കത്തി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്തിട്ട് ഫുള്ള് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരു മോൾ ഭാഗം കട്ട് ചെയ്ത് ബാക്കി രണ്ട് സൈഡും അടിഭാഗം കട്ട് ചെയ്തിട്ട് മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് അപ്പ് ചെയ്തേക്കണം. എന്നിട്ട് AC ഫിൽറ്റർ ഇട്ടിട്ട് അത് വെച്ചിട്ട് തന്നെ അടയ്ക്കണം. ഇതിൻ്റെ ഒറിജിനൽ ഫിൽറ്റർ മേടിക്കണമെങ്കിൽ അതിനൊപ്പം ഇതിൻ്റെ കേസ് ഉണ്ടായിരിക്കും, അടയ്ക്കാനുള്ള ക്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഫിൽറ്റർ മാത്രമേ ഉള്ളൂ, ക്യാപ്പില്ല. അപ്പോൾ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്തിട്ട് പുതിയ ഫിൽറ്റർ ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ACൻ്റെ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആവും. ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ ഡാഷ്ബോർഡ് അയക്കേണ്ടി വരും. ഡാഷ്ബോർഡ് അയച്ചിട്ട് അത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് കയറ്റേണ്ടി വരും. അങ്ങനെ ആകുമ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ തണുപ്പുണ്ടായിരിക്കില്ല, ACയിൽ വരുന്ന കാറ്റിന് ഫ്ലോ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാം, എന്നാലേ നല്ല മൂർച്ച ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കട്ട് ചെയ്യാം ആദ്യം. അപ്പോൾ ഞാൻ ആ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം ആ സൈഡിൽ നിന്ന് കട്ട് ചെയ്യണം, ആ ഭാഗത്ത് നിന്ന് ജസ്റ്റ് വരച്ചെടുക്കുക. അപ്പോൾ ഈ കത്തിയാകുമ്പോൾ പെട്ടെന്ന് കട്ടാവും, അതായത് നല്ല മൂർച്ച ഉണ്ടാവുകൊണ്ട് ഈ പേനക്കത്തി കൊണ്ട് പെട്ടെന്ന് കട്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ കത്തി തന്നെ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയണത്. ജസ്റ്റ് അത് വെച്ചിട്ടൊന്ന് അമർത്തി വരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടാവും. അപ്പോൾ ആ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടിഭാഗം ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് നേരെ നീളത്തിന് വരച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു സൈഡ് കട്ടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വലിച്ചു കഴിഞ്ഞാൽ മുറിഞ്ഞോളും. അപ്പോൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, വേറെ എങ്ങോട്ടും മാറിപ്പോരുത്. കറക്റ്റായിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അടിഭാഗം വരഞ്ഞിട്ടുണ്ട്, ഏകദേശം അതവിടെ കട്ടായിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. ആ ക്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളയാം, അതവിടെ വെക്കേണ്ട ആവശ്യമില്ല. ക്യാപ്പ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ ഫിൽറ്റർ ഇടുക, ആ ക്യാപ്പ് ഇട്ടാൽ മതി. ഇതിപ്പോൾ ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് ഫുള്ളായിട്ട് കട്ടാകാത്തത്. ഇതന്നെ വെച്ചിട്ട് ഫിൽറ്റർ ഇട്ട് നമ്മൾ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫുള്ള് കട്ട് ചെയ്യാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കണക്ടർ വെച്ചിട്ട് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ബാക്കിലേക്ക് ഒന്ന് പൊക്കിയെടുക്കണം. കൈ കൊണ്ട് ചിലപ്പോൾ പൊന്തിയെന്ന് വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു കണക്ടർ വെച്ചിട്ട് തിക്കിയിട്ട് ഫ്രണ്ടിലേക്ക് പൊക്കണം. മോൾ ഭാഗം കട്ടാകാത്തതുകൊണ്ട് കുറച്ച് ബലം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പൊക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫിൽറ്റർ ഇടണം. ഈ ഫിൽറ്റർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് പൊക്കി വെച്ചിട്ട് ഫിൽറ്റർ അതിനകത്തേക്ക് സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നിങ്ങളുടെ വണ്ടികളിൽ AC ഫിൽറ്റർ ഉണ്ടോ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇല്ലയെന്നുണ്ടെങ്കിൽ അത് എന്തായാലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇടിയിക്കണം നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആവും, ACൻ്റെ ഫ്ലോ കുറവാകും, ACൻ്റെ തണുപ്പ് കുറവാകും. പിന്നെ കൂളിംഗ് ഓയിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് ഫുള്ളായിട്ട് ഇറക്കേണ്ടി വരും. അപ്പോൾ നിസ്സാര കാശ് കളഞ്ഞാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡ് വെക്കുമ്പോൾ കൂടുതൽ എമൗണ്ട് എന്തായാലും കയ്യിൽ നിന്ന് പോകും. അപ്പോൾ AC ഫിൽറ്റർ ഇല്ലാത്ത വണ്ടിയാണെങ്കിൽ AC ഫിൽറ്റർ എന്തായാലും മസ്റ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോ വീണ്ടും കാണാം.